നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. ആളുകൾ കളിയാക്കോ അല്ലെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കളിയാക്കോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇപ്പോഴില്ല, ആദ്യം ഇടുന്ന സമയത്ത് നമുക്ക് തോന്നും. കാരണം നമ്മളെ ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. വിട്ട് കഴിഞ്ഞാൽ ഷേവ് ചെയ്താ മോളെ ഷേവ് ചെയ്താ കൊടുക്കാൻ 60 രൂപ എടുക്കാനുണ്ടാത്തവന്. ചേച്ചി അതൊക്കെ പണ്ട് ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണു. ഇതിനകത്ത് ഏറ്റവും അയ്യോ ഞങ്ങൾ കമന്റ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്, അത് ആര് കമന്റ് ചെയ്യണം? തീർച്ചയായിട്ടും ജോജു ചേട്ടനാണ്. நடந்துச்சு தலைவர. ரஃபீக் நம்ம பிளான் பிரகாரம் பேரிகேட் கிட்ட போய் நின்னா ஹிட்மேன் மேல இருந்து சுட்டா சிஎம் செத்தா. அப்ப வந்தான் தலைவர் அவன். வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட். இன்னைக்கு வருவான், சுடுவான், சாவான், ரிப்பீட். முடியல தலைவர, முடியல தலைவர. നമ്മൾ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ കറ കളഞ്ഞൊരു കലാകാരനാണ് എന്റെ കൂടെ ഉള്ളത്, ബിബിൻ ജോസഫ്. ആക്ടർ കൊപ്സുഖല്ലേ? ഈ പേരുണ്ടല്ലോ, ഇതിപ്പോ ആക്ടറാണ്, പോലീസുകാരനുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ കുറച്ച് പാടാന്നറിയാം. എന്നാലും എങ്ങനെയുണ്ട് ആ ഒരു ജീവിതം? കുഴപ്പമില്ല. ഈ പറഞ്ഞ സമയം കിട്ടുന്ന മുറയ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. അത്യാവശ്യമൊക്കെ റീച്ച് കിട്ടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം അതെ, അത്യാവശ്യം. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ കമന്റ് ചെയ്തേക്കുന്നത് കണ്ടു. മനോജ് കെ ജയൻ, ജോജു ജോർജ്, അങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും അയ്യോ ഇന്ന ആള് കമന്റ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്, അത് ആര് കമന്റ് ചെയ്തത്? തീർച്ചയായിട്ടും ജോജു ചേട്ടനാണ്. കാരണം നമ്മളെല്ലാം കുറച്ചുകൂടി ഒരു റോൾ മോഡലായിട്ട് ഈ സിനിമയിലേക്ക് വരാനുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും റോൾ മോഡൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചോദിച്ചേട്ടനാവാം. കാരണം പുള്ളി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ചെറിയ ചെറിയ പടങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വന്ന് പുള്ളി ഇപ്പോൾ ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ അപ്പോൾ പുള്ളിയുടെ അത്രയും നാളത്തെ ഹാർഡ് വർക്കാണ്. ഒരു പക്ഷേ പുള്ളി ഇപ്പോഴാണ് ചിലപ്പം പെട്ടെന്ന് കയറിപ്പോകും. അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾ നിൽക്കുന്ന ആ ഒരു നമ്മളെ പലപ്പോഴും പിന്തിരിയാനായിട്ടെല്ലാം പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ശരിക്കും പുള്ളി ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ വന്നപ്പോൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഔട്ട് കിട്ടും എന്നൊക്കെയുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോയിച്ചേട്ടനൊക്കെ കമൻ്റ് അടിക്കുമ്പം തീർച്ചയായിട്ടും, കാരണം അവിടെ വരെ എത്തുന്നുണ്ടല്ലോ, ജോയിച്ചേട്ടൻ കാണുന്നുണ്ട്. ജോയിച്ചേട്ടനെ പോലെ അത്രയും സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു വിശ്വാസമുണ്ട്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതെ. ഇപ്പൊ എപ്പോ മുതൽ ഈ ഒരു ആക്ടിങ് ഉള്ളിൽ ഇങ്ങനെ കയറി തുടങ്ങിയത്? സർവീസിൽ കയറിയപ്പോഴാണോ അതോ അതിന് മുമ്പേ തന്നെ ഉണ്ടോ? മുമ്പേ ആക്ടിങ് ഉണ്ട് നമ്മൾ, പക്ഷേ ഈ ഒരു സിനിമ പരിപാടിയെ പറ്റിയൊന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. കയറിയാൽ കൊള്ളാമെന്നുണ്ട്, എല്ലാവരും പറയുന്നത് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിലേക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സർവീസ് കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങനെ നമുക്ക് പിന്നെ ഒരു അവസരമോ കാര്യങ്ങളോ ഇല്ലല്ലോ. സർവീസ് കയറിയതിന് ശേഷം നമുക്ക് നമ്മുടെ എന്തെങ്കിലും കഴിവുകളുണ്ട്, ഈ പറഞ്ഞൊരു സ്കിറ്റ് ചെയ്യാനോ നാടകം ചെയ്യാനോ അങ്ങനെ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. അപ്പം അങ്ങനെ ചെയ്ത് ആ സമയത്താണ് അപ്പോൾ ടിക്ടോക്ക്, മ്യൂസിക്കലി, അപ്പം അതിലെല്ലാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം ബെറ്ററാണ്, കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ഞാൻ ശരിക്കും ചേട്ടനെ കാണുന്നത് ഇപ്പൊ തുടരും സിനിമയില് പ്രകാശ് വർമ്മയുടെ ആ ഒരു സീൻ ഉണ്ടല്ലോ, ചേട്ടൻ അത് ക്ലബ് FM ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് ചേട്ടൻ അത് സ്പോട്ട് ഡബ് ചെയ്യാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത്ര കറക്റ്റായിട്ട് ലിപ്പൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് എന്തൊരു മനുഷ്യരാ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ പോയിട്ട് നമ്മുടെ പ്രൊഫൈല് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ടിങ് എന്നുള്ളത്. കുറെ പേരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊരു ഈ പറഞ്ഞ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു, ഗൾഫ് പ്രോഗ്രാമാണ്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പോയാലോ. അപ്പം ഞാൻ ചോദിച്ചു കൊള്ളാം. അപ്പം ഞാൻ എന്താ പരിപാടി? അപ്പോൾ ഒരു മ്യൂസിക്കൽ പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വരുന്നു, പരിപാടി ചെയ്യുന്നു. അപ്പോൾ ചില നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി സ്പോട്ട് ഡബ്ബിംഗ് ആണോ? അപ്പോൾ സ്പോട്ട് ഡബ്ബിംഗ് ആണല്ലോ. ഞാൻ പറഞ്ഞു സ്പോട്ട് ഡബ്ബിംഗ് അല്ല, നമ്മൾ ചെയ്യുന്ന ഡബ് സ്മാഷാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പിന്നെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് കാര്യം, അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേജിൽ വന്നാൽ അത് വർക്കൗട്ട് ആവില്ല. കാരണം എപ്പോഴും നമ്മളെ ഇതിലെപ്പോഴും അത് ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ നമുക്കൊരു റീച്ച് കിട്ടുന്നത് നമ്മളത്രയും അത് കുഴപ്പമില്ലാതെ നമ്മുടെ കറക്റ്റ് ഫേസ് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണിക്കുമ്പോഴാണ് ഈ പരിപാടികളൊക്കെ വർക്കൗട്ട് ആകുന്നത്. കാരണം നമ്മുടെ ഫുൾ ബോഡിയോ അല്ല ഹാഫായിട്ട് ചെയ്യുമ്പോൾ
അതുപോലുള്ള ചില വീഡിയോസിനൊക്കെ, പക്ഷെ ചിലത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഫോക്കസ്ഡ് ആയിട്ട് വന്നാൽ അതിൻ്റെ ഒരു ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഓക്കെ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. ഇതിപ്പോ ഒന്നും പറയാതെ ശരിക്കും പറഞ്ഞ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? അല്ല, എന്തായാലും നമ്മൾ സംസാരിച്ചതിലേക്ക് വരുമല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്? ആർട്ടിസ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റ്, അങ്ങനെ മിമിക്രി ട്രൈ ചെയ്തിട്ടുണ്ടോ? പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പൊ ആരാധകര് ഒരുപാടുണ്ടാവുമല്ലോ. ഇപ്പം ചേട്ടൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ വന്ന് ഇത് മറ്റേ ചേട്ടനല്ലേ, ഇൻസ്റ്റയിലുള്ള ചേട്ടനല്ലേ, അങ്ങനെയൊക്കെ വന്നിട്ട് ആക്ടിങ് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫാൻസ് വന്നിട്ട് സംസാരിക്കാറുണ്ടോ? സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേഷൻ ആയിട്ടില്ല, ഇപ്പോൾ ക്യാമ്പിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റേഷനിലേക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജോലിയുടെ സമയത്ത് ഞാൻ അങ്ങനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അല്ലാതെ ഔട്ടിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ആദ്യമേ റീലൊക്കെ ഇടുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ഇത് ആളുകൾ എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആദ്യമേ ഇടുമ്പോഴേക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കളിയാക്കോ, അല്ലെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കളിയാക്കോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇപ്പോഴില്ല, ആദ്യം ഇടുന്ന സമയത്ത് നമുക്ക് തോന്നും, കാരണം നമ്മളെ ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ. അപ്പോൾ എനിക്ക് അതുപോലെ ആ സമയത്ത് എനിക്ക് അതുപോലെ ഡൗട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് 1-2 സുഹൃത്തുണ്ട്, ഇതുപോലെ തന്നെ സിനിമയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കൊരു ഡൗട്ട്, ഇത് ശരിയാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട്, അത് ഇപ്പോഴാണെങ്കിലും ഡൗട്ട് വന്നാൽ ഞാനത് അതിലിടും, എന്നിട്ട് ചോദിക്കും ഇത് എങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ നെഗറ്റീവ് കമൻ്റ് ആണ് വന്നതെങ്കിൽ നമ്മൾ ഒന്നായത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും, അതല്ലേ ഒഴിവാക്കും. നേരത്തെ ഇപ്പം അങ്ങനെ വന്നിട്ടില്ല, കുറേ നാൾ മുമ്പ് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാറില്ല, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നി നമ്മൾ അങ്ങനെ ഇടും. ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു? അതായത് കുറേ സമയം എടുത്തു അത് പഠിക്കാൻ വേണ്ടി, ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരാനായിട്ട് കുറച്ചധികം സമയം എടുത്തത് ഏതാ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കുന്നില്ല, കാരണം ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഓർക്കുന്നില്ല. കാരണം 900 പോസ്റ്റ് എടുത്തെങ്ങാണ്ട് ഇപ്പൊ ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് എന്തായാലും ഒരു 600-700 റീലെങ്കിലും കാണും. അത്ര ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഓർമ്മ കിട്ടുന്നില്ല. എത്ര സമയം എടുക്കും ചേട്ടനൊന്ന് പഠിച്ചു തീരാനായിട്ട്? നോർമലി അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പഠിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ 2-3 ദിവസം ചിലപ്പോൾ എടുക്കും. ചിലതപ്പം തന്നെ കിട്ടാറുമുണ്ട്, പറയാറുമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഞാൻ ഒരു FIR ചെയ്തായിരുന്നു. അത് ആ വീഡിയോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഓൾറെഡി ആ ഡയലോഗ് എനിക്ക് അറിയാം, അപ്പൊ തന്നെ നിന്നു ചെയ്തു, വലിയ താമസം വന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആക്ടിങ് മാത്രമാണോ അതോ ഡയറക്ഷൻ ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളാണ്? ഡയറക്ഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇല്ല, എനിക്ക് ആക്ടിങ് മാത്രം മതി. ഇത് തന്നെ അധികം. ഓഡീഷൻസിനൊക്കെ ഇങ്ങനെ നേരത്തെ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാനിങ്ങനെ കാണുമ്പോ എന്തുകൊണ്ട് ഈ മനുഷ്യൻ സിനിമയിൽ വരുന്നില്ല എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. എന്തുകൊണ്ട് വരുന്നില്ല അറിയില്ല. അത് ഇപ്പോ നമ്മളൊരു വേഷം ചോദിക്കുമ്പോൾ അവർക്കൂടെ ഇപ്പോൾ ഒരാളിപ്പോൾ പ്രിഫർ ചെയ്യുകയാണ് ഇച്ചിരി വണ്ണമുള്ള ഒരാൾ, അല്ല അത് നല്ല വെളുത്തിട്ട് വണ്ണമുള്ള ഒരാളാണ്, നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ അവസരം ചോദിക്കാറുണ്ട്, തീർച്ചയായിട്ടും കോണ്ടാക്റ്റിൽ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വേഷം വരുമ്പോൾ അവർ നമുക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 1-2 പരിപാടി വന്ന് നിപ്പുണ്ട്, സംസാരിച്ച് ഇപ്പുണ്ട്, ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. ഞാന് ചേട്ടനെ ഇപ്പം ഇത്ര നേരം സംസാരിച്ചതിൽ നമുക്ക് ഒരു പെർഫോമൻസ് കാണാതെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് എങ്ങനെ ഞാൻ പോകും? മോളെ, മോളെന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണം, എന്നാലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലേ സിമി? എന്താണ് അവന്റെ പേര്? അവന്റെ പേര് ഞാൻ പറഞ്ഞു. ബോബി. ബോബി. എന്താണ് അവന്റെ യോഗ്യത? എന്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവന്റെ യോഗ്യത എന്താ? ഷേവ് ചെയ്ത മോളെ, ഷേവ് ചെയ്താ കൊടുക്കാൻ 60 രൂപ എടുക്കാനില്ലാത്തവന്. ചേച്ചു അതൊക്കെ പണ്ട്, ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണു. മോളെ, ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യല്ലേ മോളെ, ഇൻസൾട്ട്. ഏട്ടാ, ബോബിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്. നീ കുറെ കൂതറ സിനിമ കാണുന്നുണ്ട്. അടിപൊളി. ഇത് എത്ര ദിവസമായിട്ടാ പഠിച്ചെടുത്തത്? 2 ദിവസം അതോ 3-4 ദിവസം എടുത്തോ? അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഈ ഡയലോഗ്സ് പെട്ടെന്ന് ഇങ്ങനെ
കിട്ടാറുണ്ടോ? ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇപ്പഴല്ല കുറേ നാള് മുമ്പ്. അത് ഈ പറഞ്ഞ ആദ്യം ചിലപ്പോൾ തുടക്കം കിട്ടും, ഒടുക്കം കിട്ടും. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള കുറച്ച് ഭാഗമായിരിക്കും മിസ് ആകുന്നത്. അപ്പൊ പിന്നെ അവിടെ മാത്രം കറക്റ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കും, ഓക്കെ ആവും. ഓക്കെ. ഈ ഷമ്മിയുടെ ആയിരുന്നു ഒരുപാട് അങ്ങ് വൈറലായതെന്ന് തോന്നുന്നു അല്ലെ? കുറെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ തന്നെ വീഡിയോ കുറെ ഉണ്ട്. അപ്പൊ ഒരുപാട് ഷെയർ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അമൃത ടിവിയില് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫഹദ് ഫാസിലിന്റെ ഒരു പേര് പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എപ്പോഴെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇവര് എന്ത് കണ്ടിട്ടാ പറയുന്നത് അറിയത്തില്ലാത്തതുകൊണ്ടൊരു ഇതാണ്. ഇതേ ഉള്ളു. ഇപ്പം പുറത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷമ്മിയുടെ ചെയ്തപ്പം ആദ്യം പുള്ളിയുടെ ആ സിനിമയിൽ തന്നെ ഒരു വീഡിയോ ചെയ്തു, അടുത്തത് ചെയ്തു, പിന്നെ ഇന്ത്യൻ പ്രണാളികളെ ഒരെണ്ണം ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ വൈറലായപ്പോഴത്തേക്ക് അപ്പം നമ്മളിപ്പോൾ ഏതാണോ വൈറലാകുന്നത് അതിൽ കൂടുതൽ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോ അത് തന്നെ ചെയ്ത് ഔട്ട്, അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ ഒരു അൽഗോരിതം നമ്മൾ മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതങ്ങനെ വൈറലായപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കോമഡി മാസ്റ്റേഴ്സ് വന്നപ്പോൾ അത് തന്നെ ചെയ്തു, അത് തന്നെ നല്ല രീതിയിൽ ഔട്ട് വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ കണ്ടിട്ടുള്ള ആൾക്കാർ അതായിരിക്കും മേജറായിട്ട് അത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൂ. അത് കണ്ടതിന് ശേഷം ചിലപ്പോൾ അടുത്തത് അതിലാണല്ലോ എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അപ്പൊ അടുത്തത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും, അതായിരിക്കാൻ കാരണം. ഇപ്പൊ അഭിനയിക്കാനൊക്കെ പോവാൻ വേണ്ടിയിട്ട് ജോലി എപ്പോഴെങ്കിലും അത് കുറച്ചുനാള് വേണ്ട, കുറച്ചുനാള് മാറ്റി നിർത്താം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അഭിനയം മാറ്റി വെക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലാണ്ട് ഏതെങ്കിലും ഒരെണ്ണം മാറ്റി വെക്കാം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്? മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല അവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ലീവ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പൊ വരാൻ പോകുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഇപ്പൊ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത് നിൽക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം ലീവ് എടുത്തിട്ടൊക്കെ മാറി നിൽക്കുമ്പോഴത്തേനും വീട്ടുകാര് അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ വേണ്ട? ഇല്ല, ഒന്നും പറയില്ല. അവര് വീട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ്. വീട്ടുകാർ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. വീട്ടുകാരും സുഹൃത്തുക്കളും നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ. എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നാലും വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ സീനിയേഴ്സ് ഒക്കെ ഇപ്പം ലീവൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് തരലുണ്ട്. ഇപ്പൊ ഇന്ന ഓഡീഷൻ ഉണ്ട് അവിടെ പോകണം, അല്ലെങ്കിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കിട്ടാൻ പാടാണ്. നമ്മളത് കറക്റ്റായിട്ട് ഉള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേട്ടന് ശരിക്കും ആരുടെ കൂടെ അഭിനയിക്കാമെന്നാണ് ഏറ്റവും ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. ഇപ്പം നമ്മളൊരു അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ളൊരു ഇതിലേക്ക് നേരത്തെ ഒരുപാട് പേര് സ്വാഭാവികമായിട്ടും നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പം അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടമാണ്. നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരാൾ അഭിനയിക്കുന്ന കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര അയാളത് നല്ല ഇതായിട്ട് ചെയ്തല്ലോ, അത് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അല്ല ആരുടെ കൂടെ ആണെങ്കിലും നമുക്കത് കുഴപ്പമില്ല. ഈ ശരിക്കും സോഷ്യൽ മീഡിയ വന്ന പിന്നെ ഒരുപാട് പേർക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേർക്ക്, അതിപ്പോ പാട്ടുപാടലായിക്കോട്ടെ, ഇപ്പം എന്താ പറയാ ഡാൻസ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. സിനിമയിലേക്ക് തന്നെ ഡയറക്റ്റ് എൻട്രി ആണ്. മറ്റേന്ന് പറഞ്ഞാൽ കുറെ നാളൊക്കെ മുമ്പ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യണം, എന്നാലൊക്കെയാണ് നമുക്ക് ഒരുപാട് പേരിന്നൊക്കെ ഒരാൾക്കൊക്കെ കിട്ടിയാലായി ചാൻസ് ഒക്കെ. ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എന്താണെന്നൊരു കഴിവ് തെളിയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് അത്രയും നമ്മുടെ ആ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ആൾക്കാർ അതിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഔട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ജിംഷി ഖാലിദ് എന്ന് പറഞ്ഞ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു ഫംഗ്ഷന് വെച്ചിട്ട് സാറിനെ കണ്ടാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഫഹദിൻ്റെ ചെയ്ത അടിപൊളിയാണ്. പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാളത് കണ്ടു, നമ്മളെ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്കതൊന്ന് ഫഹദ് ഫാസിലിനെ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയും വൈറലായതുകൊണ്ട് അദ്ദേഹം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെ ഇതിലൊന്നും ഇല്ല, ഇൻസ്റ്റ ഒന്നും ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് കാണേണ്ടത് പുള്ളിക്കാരനല്ല, ഇത് കാണേണ്ടത് പുള്ളിയെ വെച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്ന ഡയറക്ടേഴ്സാണ് ഇത് കാണേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ച് കാണിക്കുക. നമ്മൾ അതിനുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഔട്ടെടുത്ത് അഭിനയിക്കുക. അത് കറക്റ്റായിട്ട് റീച്ച് എത്തേണ്ട ആളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു അവസരം വരുമെന്ന് വിശ്വസിക്കുന്നു. പപ്പടം എന്താണ്? പപ്പടം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പേജാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ അഭിനയിക്കാൻ പോയപ്പോൾ അന്ന്
തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഞങ്ങൾ ഒന്നിച്ച് അതിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ സിനിമയായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. പുള്ളിയുടെ പേര് ബിസാൽ എന്നാണ്. അപ്പോൾ പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളും ചേർന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് പപ്പടം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പുള്ളി വിളിച്ചു ഇടാ. അപ്പോൾ എന്നോടുള്ള ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൊണ്ട് പുള്ളി വിളിച്ചിടാൻ നിനക്കുള്ളൊരു പരിപാടിയുണ്ട്, വന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. അപ്പോൾ നല്ല രസമായിട്ട് തോന്നി, അങ്ങനെ പോയി ചെയ്തതാണ്. ഈ പപ്പടത്തിന്റെ തന്നെ ഞാനൊരു റീല് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനകത്ത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ചെവി ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ താഴ്ന്നു കാണോ. ആരെങ്കിലും പറഞ്ഞു കണ്ണ് നേരത്തെ അഭിനയിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെവി ഇങ്ങനെ പൊങ്ങി, ചെവി ഇങ്ങനെ എന്താ പറയാ അഭിനയിക്കും, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാനായിരിക്കും ആദ്യം പറഞ്ഞത്. അല്ല, പിന്നെ ക്യാപ്ഷൻ നമുക്കിടാലോ, ചെവി വരെ അഭിനയിക്കുന്ന പോലീസുകാരെന്നൊക്കെ. ഇപ്പം ഒരുപാട് എന്താ പറയാ പോലീസിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരും ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്കിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആർക്കും സമയമില്ല. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടിക്ടോക്കിൽ ഞങ്ങൾ ഒന്നിച്ചാ ചെയ്തു തുടങ്ങി. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊരു 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലൊക്കെ ചെയ്ത് ഇടുമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡ്യൂട്ടിയാണ്. ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഡ്യൂട്ടിയിലേക്ക് അങ്ങ് പോയി. പിന്നെ അതിനൊന്നും ആർക്കും സമയമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇപ്പൊ വൈഫും കുട്ടിയൊക്കെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ ആളുകൾക്ക് അധികം അറിയത്തില്ലല്ലോ. കുറേയൊക്കെ വരുന്നത് പേഴ്സണൽ വീഡിയോസും അല്ലെങ്കിൽ എന്താ പറയാ സ്കിറ്റ് ഇത് ഡബ് സ്മാഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഫാമിലിനെ പറ്റി പറയും. ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് ഉള്ളത്. അച്ഛൻ, അമ്മ, അതുപോലെ ചേട്ടത്തി പിള്ളേരുണ്ട്. അവർ വേറെ ഫാമിലി ആയിട്ട് നിൽക്കുന്നു. എനിക്ക് വൈഫ്, അതുപോലെ തന്നെ കുഞ്ഞുണ്ട്. കുഞ്ഞിന് ഇപ്പൊ 4 വയസ്സ്. 4 വയസ്സിന്. അപ്പൊ എന്താണ് വൈഫ് ഇങ്ങനെ പറയും, ഇങ്ങനെ കുറെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? പെൺകുട്ടികളുടെ ഒക്കെ മെസ്സേജ് വരുമ്പോഴത്തേനും വരാറുണ്ട്. അപ്പൊ എന്താ പറയാ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്യോ ആളുടെ അടുത്ത്? ഉണ്ട്. ഓപ്പൺ ആണല്ലോ, അത് വിഷയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്തായാലും മെസ്സേജ് വരുമല്ലോ. നമ്മൾ ഫെയിമായിട്ട് നിന്നിട്ടുണ്ട്, ചിലപ്പോൾ മെസ്സേജ് വരാം. എന്തൊക്കെയായിരിക്കും വന്നിട്ടുള്ളത്? ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഓർക്കാൻ ചേട്ടൻ പറയാത്തതാ? ഇല്ല, വീഡിയോ എല്ലാം അടിപൊളി, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ്. അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് എല്ലാരും വിചാരിക്കുക സിംഗിളാന്നല്ലേ വിചാരിക്കുക? അങ്ങനെ ആയിരിക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ആരെങ്കിലും മെസ്സേജ് ചെയ്യാറുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും ഇല്ല. ഉറപ്പ്. വീട്ടിലേക്ക് നമുക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും ചോദിക്കുന്നില്ല. ഇനി നമുക്കൊരു പെർഫോമൻസും കൂടി. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് പ്രകാശ് വർമ്മയുടെ ആ ഒരു ഡയലോഗ്. 36 വർഷമായിടാ മനസ്സിലായ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ പഴയ ജോർ സാറ് തന്നെയാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. ഇത് കലക്കനായിട്ടുണ്ട്. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. എന്താ പറയാ, ഇത് നമ്മള് റീൽസില് ഇങ്ങനെ ഇത് കണ്ടിട്ടേ ഉള്ളൂ. നേരിട്ട് ഇത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയപ്പോ എന്താ പറയാ ബിഗ് സ്ക്രീനിലപ്പോ ഒരു മുഴുനീള റോളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ അങ്ങനെ സംഭവിക്കട്ടെ. ഈ വർഷം തന്നെ? അടുത്ത വർഷം ആയിരിക്കും ചിലപ്പം ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.